2 മക്കബായർ 8-ാം അധ്യായത്തിലെ 18-ാമത്തെ വാക്യമാണ് ഇന്ന് അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കുന്നത്. ആ വചനം ഇങ്ങനെയാണ്: നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തൻ്റെ അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും തൻ്റെ അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ. അപ്പോൾ 2 മക്കബായർ 8-18 അടിസ്ഥാനപ്പെടുത്തി ഒരു വ്യക്തിയുടെ ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കുന്നുവോ അതിനനുസരിച്ചാണ് ആ വ്യക്തി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നത്. ഒരു മഴ വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്ത്? ഒരു തടസ്സം വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്ത്? കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനോഭാവം എന്ത്? കുടുംബത്തിൽ ഒരു കടബാധ്യത വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്ത്? ഒരു രോഗം വരുമ്പോൾ നമ്മുടെ ചിന്ത എന്ത്? ഇതെല്ലാം സർവശക്തനായ ദൈവം കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അയ്യോ, ഈ കടബാധ്യത കൊണ്ട് തകർന്നു, ഇനി രക്ഷയില്ല എന്ന് ചിന്തിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ അംഗീകാരം ദൈവത്തിന് വലിയ ഇഷ്ടമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രതികൂലം വരികയാണ്. ആ പ്രതികൂലം നമ്മളുടെ കുടുംബത്തെ മൂടിക്കളയുന്ന വിധം ഭീകരമായ പ്രതികൂലാണെങ്കിലും ആ പ്രതികൂലത്തെക്കാൾ ഉയർന്നു നിൽക്കുന്ന സർവശക്തനായ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാനും നിങ്ങൾ പറയണം. ഹല്ലേലൂയ. ഉറക്കെ പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെങ്കടൽ കീറി വരണ്ട നിലത്തൂടെ ജനത്തെ നടത്തിയ സർവശക്തനായ ദൈവത്തിലാണ് എൻ്റെ പ്രത്യാശ എന്ന് പറയണം. പ്രതികൂലത്തിന്റെ ആ വലിയ ജെറീക്കോ കോട്ടകളെ ഇടിച്ചു തകർത്ത് പൊടിയാക്കി തവിട് പൊടിയാക്കിയ സർവശക്തനായ കർത്താവിലാണ് എൻ്റെ പ്രത്യാശ എന്ന് കടബാധിതരുടെ മുമ്പിൽ, രോഗത്തിന്റെ മുമ്പിൽ, വേദനയുടെ മുമ്പിൽ, കണ്ണുനീരിന് മുമ്പിൽ, ശത്രുവിന്റെ മുമ്പിൽ പറയണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറയുന്നവരെ കുറിച്ച് ദൈവത്തിന് വലിയ മതിപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വലിയ മതിപ്പ്. ദൈവത്തിന്റെ അംഗീകാരം പ്രാപിക്കാനുള്ള എളുപ്പ വഴിയാണ് ദൈവത്തിന്റെ ശക്തിയെ ഏറ്റുപറയുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വലിപ്പത്തെ ഏറ്റുപറയുക, ദൈവത്തിന്റെ സർവശക്തിയെ അംഗീകരിക്കുക, ആ സർവശക്തിയെ ഏറ്റുപറയുക. ആ സർവശക്തി ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ മഹത്വമുള്ള ജീവിതമാക്കി മാറ്റാൻ ബൈബിൾ കാണിച്ചു തരുന്ന ഒരു മാർഗമാണ്. നമ്മൾ ഇന്ന് ദൈവവചന പ്രകാരം ഈ ഒരു ആത്മീയ സത്യത്തെ ഒന്ന് പഠിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. സംഖ്യയുടെ പുസ്തകം 13-ാമത്തെ അധ്യായം. സംഖ്യയുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ അവിടെ മോശ കുറച്ച് നേതാക്കന്മാരെ തെരഞ്ഞെടുത്ത് കാനാൻ ദേശത്തേക്ക് പറഞ്ഞയക്കുകയാണ്. എന്താ കാനാൻ ദേശത്തിന്റെ പ്രത്യേകത? ഈ ദൈവത്തിന്റെ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിലെ യാത്ര ചെയ്ത് അവരുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കീഴടക്കേണ്ട ഒരു പട്ടണമാണ് ഈ മരുഭൂമിയുള്ള ഈ ജെറീക്കോ. അതുകൊണ്ട് തങ്ങൾക്ക് കീഴടക്കാനുള്ള പട്ടണം, ആ ജനത, ആ രാജ്യം, അവർക്ക് ശക്തി എത്രയുണ്ട്, അവരുടെ ആയുധങ്ങൾ എത്രയുണ്ട്, അവർക്ക് എത്രമാത്രം സാധന സാമഗ്രികളുണ്ട്, എത്രമാത്രം ശക്തിയുണ്ട് എന്നെല്ലാം സ്പൈ വർക്ക് നടത്താൻ, ചാര അന്വേഷണം നടത്താൻ ഏതാനും നേതാക്കന്മാരെ മോശ പ്രവാചകൻ കർത്താവായ ദൈവത്തിന്റെ നാമത്തിൽ ഇതാ ശത്രു രാജ്യത്തേക്ക് അയക്കുകയാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഞാൻ ഇസ്രായേലിന് നൽകുന്ന കാനാൻ ദേശം ഒറ്റുനോക്കാൻ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ നേതാവിനെ അയക്കുക. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ജനത്തിൽ നിന്ന് നേതാക്കന്മാരെ തെരഞ്ഞെടുത്ത് കാനാൻ നാട്ടിലേക്ക് അയച്ചു. ഈ നേതാക്കന്മാരെല്ലാം അവിടെ പോയി 40 ദിവസങ്ങൾ സ്പൈ വർക്ക് നടത്തി, ചാരപ്രവർത്തനം നടത്തി. അങ്ങനെ ആ ദേശത്തുള്ള സകല കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് അവർ കണ്ടെത്തി. അതിനുശേഷം തിരിച്ച് ഇതാ സ്വന്തം രാജ്യത്തേക്ക് വന്നു. കാനാൻ നാട്ടിലേക്ക് അയച്ച നേതാക്കന്മാരിൽ
ഭൂരിഭാഗം നേതാക്കന്മാരും മോശപ്രവാചകനോട് വലിയ വായിൽ നിലവിളിച്ച് പറയാണ്, അയ്യോ പ്രവാചക, നമ്മൾ അങ്ങോട്ട് പോയാൽ ഒരു പൊടി പോലും ബാക്കി കാണില്ല. ഇത് നമ്മൾ വായിക്കുന്നത് സംഖ്യയുടെ പുസ്തകം 13-ാം അധ്യായത്തിലെ 28-ഉം 29-ഉം തിരുലിഖിതങ്ങളിലാണ്. അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. മാത്രമല്ല അനാക്കീമിന്റെ വർഗക്കാരെയും ഞങ്ങൾ കണ്ടു. അമലോക്യർ, ജബൂസ്യർ, ആമോന്യർ, കാനാന്യർ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം അവിടെ ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്പൈ വർക്കിന് പോയവര്, ഈ ചാരപ്രവർത്തനം നടത്തി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടി പോയവര്, അവര് ചെയ്തത്, അവര് ആ രാജ്യത്ത്, ആ പ്രദേശത്ത് പോയിട്ട് അതെല്ലാം കണ്ടിട്ട് അവര് വന്നിട്ട് പറഞ്ഞു, അവർ വലിയ ശക്തന്മാരാണ്, നമ്മൾ പോയാൽ ജയിക്കില്ല എന്ന് പറഞ്ഞ് ഇതാ മോശപ്രവാചകന്റെ അടുത്ത് കാര്യങ്ങൾ വിവരിക്കുകയാണ്. ഇനി വീണ്ടും 30-31 വാക്യങ്ങൾ. മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദമാക്കിയിട്ട് കാലബ് അവരോട് പറഞ്ഞു, നമുക്കുടനെ പോയി ആ പട്ടണത്തെ കീഴ്പ്പെടുത്താം. അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല. അവർ നമ്മളെക്കാൾ ശക്തന്മാരാണ് എന്ന് അവനോടുകൂടെ പോയിരുന്ന മറ്റുള്ളവരെല്ലാവരും അഭിപ്രായപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കാനാൻ നാട്ടിലേക്ക് മോശപ്രവാചകൻ അയച്ച ആ നേതാക്കന്മാര് 2 ഗണമായി. ഒരു ഗണത്തിൽ ജോഷുവയും കാലബും മാത്രം, 2 പേര് മാത്രം. ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി പറഞ്ഞു, അയ്യോ അവർ വലിയ മല്ലന്മാരാണ്, അനാക്കീമിന്റെ മക്കളെ കണ്ടു, അവർ വലിയ ഭീകരന്മാരാണ്, അവരുടെ മുമ്പിൽ പോയാൽ നമ്മൾ തകർന്നു പോവുകയുള്ളൂ, അങ്ങോട്ട് പോകുകയേ വേണ്ട, നമുക്ക് തിരിച്ചു പോകാം. ഇങ്ങനെ അവര് ഭയചകിതരായി മോശയോടും ജനങ്ങളോടും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് വർണ്ണിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവരെന്താ ചെയ്തത്? ഇവര് ശത്രുവിൻ്റെ ശക്തിയെ വലുതായി കണ്ടു, രോഗത്തിൻ്റെ ശക്തിയെ വലുതായി കണ്ടു, കടബാധിതരുടെ ശക്തിയെ വലുതായി കണ്ടു, ജോലി തടസ്സങ്ങളെ വലുതായി കണ്ടു. എന്താണോ തടസ്സം, എന്താണോ കീഴടക്കാൻ വേണ്ടി എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നത്, അതിനെ നീ വലുതായി കാണുന്നുണ്ടോ? ഒരുപക്ഷെ ജോലിക്ക് തടസ്സമായിരിക്കാം, ഒരുപക്ഷെ വിവാഹത്തിന് തടസ്സമായിരിക്കാം. ഒരാൾ എന്നോട് വന്ന് പറഞ്ഞു, അയ്യോ 200 ആലോചന കഴിഞ്ഞു, ഇനി എൻ്റെ കല്യാണം നടക്കുമോ? ഇതാ തടസ്സത്തിൻ്റെ ശക്തിയെ വലുതായി കണ്ട്. വേറൊരു വ്യക്തി പറഞ്ഞാണ്, ഞാൻ മദ്യപാനം തുടങ്ങിയിട്ട് 25 വർഷം കഴിഞ്ഞു, ഇനി എൻ്റെ മദ്യപാനം മാറുമോ? തടസ്സത്തിൻ്റെ ശക്തിയെ വലുതായി കാണുകയാണ്. കീഴടക്കാൻ വേണ്ടി എൻ്റെ മുമ്പിൽ എൻ്റെ ദൈവമായ കർത്താവ് എന്ത് കാര്യമാണോ ആക്കി വച്ചിരിക്കുന്നത്, അതിനെ വലുതായി കാണരുത്, നീ അതിനെ കീഴടക്കണം. പ്രൈസ് ദി ലോർഡ്. പാപത്തിൻ്റെ ശക്തിയെ വലുതായി കാണരുത്, പിശാചിന്റെ ശക്തിയെ വലുതായി കാണരുത്, ലോകത്തിന്റെ ശക്തിയെ വലുതായി കാണരുത്, ശത്രുവിനെ വലുതായി കാണരുത്. ഹല്ലേലൂയ. എന്നാൽ ഇതാ മോശ അയച്ച നേതാക്കന്മാരിൽ കാലബും ജോഷുവായും ഒഴിച്ച് ബാക്കിയുള്ള നേതാക്കന്മാരെല്ലാം ശത്രുവിൻ്റെ ശക്തിയെ പർവ്വതീകരിച്ച് കണ്ടു.